കൊടുത്ത് ഐഡിയാസ് തന്നെ നമ്മൾ എഴുതും. അപ്പോൾ ഉള്ളതിൽ അപ്രോപ്രിയേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, the most appropriate meaning of learning. പഠനം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ് ആണോ? പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റിനെ നമ്മൾ പഠനം എന്ന് വിളിക്കുമോ? മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ, അത് ഞാൻ പറഞ്ഞായിരുന്നല്ലേ, നിങ്ങളെല്ലാവരും പറഞ്ഞു തുടങ്ങി. അമ്പിളി, അഞ്ജലി, രശ്മി, ബാക്കിയോടെ ഒന്ന് കേട്ടിട്ട്. ഇൻകൾക്കേഷൻ ഓഫ് നോളജ്, നോളജ് ഇൻകൾക്കേറ്റ് ചെയ്താൽ ലേണിംഗ് ആകും. അക്വിസിഷൻ ഓഫ് സ്കിൽസിനെയും ലേണിംഗ് എന്ന് പറയും, പക്ഷേ അത് കംപ്ലീറ്റ് അല്ല. മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, സ്കിൽ, എക്സെട്ര, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് എല്ലാം അതിനകത്ത് വരും ബിഹേവിയറിനകത്ത്. അപ്പം അറിവ് വ്യത്യാസപ്പെടുന്നു, അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസപ്പെടുന്നു, ആപ്ലിക്കേഷൻ എബിലിറ്റി വ്യത്യാസപ്പെടുന്നു, സ്കിൽസ് വ്യത്യാസപ്പെടുന്നു. അപ്പൊ നോളജും സ്കിൽസും എല്ലാം ആ സെക്കൻഡിനകത്തുണ്ട് കേട്ടോ. മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. ആ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ടോട്ടാലിറ്റി ഓഫ് കേപ്പബിലിറ്റീസ് എന്നാണ്. ഒരു വ്യക്തിയുടെ സമഗ്രമായ കഴിവുകൾ, അത് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, സ്കില്ല്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് എല്ലാം ചേർന്നതാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇനി മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി മറക്കത്തില്ല. തീർച്ചയായിട്ടും മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആണ് appropriate meaning of learning എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. In order to develop rapport with your students, you should behave them in a democratic way. അത് കറക്റ്റ് ആണ് അല്ലേ? അവരോട് ഡെമോക്രാറ്റിക് വേയിൽ പെരുമാറണം. പക്ഷേ ഒറ്റയടിക്ക് അത് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് കളയരുത്, അടുത്തത് വായിക്കണം. ഗൈഡ് ദം പ്രോപ്പർലി. ഗൈഡ് ദം എന്നാണ്, ഞാനൊന്ന് തിരുത്തിക്കോട്ടെ. ഗൈഡ് ദം പ്രോപ്പർലി. അവരെ ഗൈഡ് ചെയ്യണം, ഒരു സംശയം വേണ്ട, ഗൈഡ് ചെയ്യണം. ഹാവ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റിയും വേണം. അപ്പൊ മൂന്നും തുല്യ പ്രാധാന്യമാണ്. അപ്പൊ ഏതാ കറക്റ്റ്? ഓൾ ഓഫ് ദി അബവ്. വെരി ഗുഡ്. നിങ്ങളെല്ലാവരും ആൻ, സുജ, ഡോക്ടർ രമ്യ, റോസ് മരിയ, രേഷ്മ, അശ്വതി, സതീഷ്, എല്ലാവരും മിടുക്കരാണ് കേട്ടോ, വളരെ മിടുക്കരാണ്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഓൾ ഓഫ് ദ എബവ് ആണ് കറക്റ്റ്. അശ്വതി KB, അശ്വതി സതീഷ്, ഓക്കെ, കറക്റ്റ് ആണ്. ഇത് മനസ്സിലായല്ലോ? കുട്ടികളോട് ഈ തരത്തിലെല്ലാം നമ്മൾ പെരുമാറണം. കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി നമുക്ക് വേണം. ഓക്കെ. ഇഫ് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് ആർ വീക്ക് ഇൻ ലേണിംഗ്, നമ്മുടെ ക്ലാസ്സിൽ മെജോറിറ്റി കുട്ടികളും പഠനത്തിൽ പിന്നോക്കമാണ്, വീക്കാണ് എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? You should keep your speed of teaching fast so that students' comprehension level may increase. Speed of your teaching fast ആക്കിയാൽ സാധിക്കുമോ? അത് നിൽക്കട്ടെ അവിടെ. You should not care about the intelligent students. ഇന്റലിജന്റ് സ്റ്റുഡൻസിനെ കെയർ ചെയ്യണ്ട എന്ന് പറയുന്നത് ശരിയല്ല, അതവിടെ നിൽക്കട്ടെ. കീപ് യുവർ ടീച്ചിങ് സ്ലോ എന്ന് പറയുന്നതും അത്ര ശരിയല്ല, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഡി എന്ന് നോക്കിയേ. കീപ് യുവർ ടീച്ചിങ് സ്ലോ എലോങ് വിത്ത് സം എക്സ്ട്രാ ഗൈഡൻസ് ടു ബ്രൈറ്റ് സ്റ്റുഡൻസ്. അതാണ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് തിങ്. മനസ്സിലാവുന്നുണ്ടോ? ചുമ്മാത് ഇന്റലിജന്റ് സ്റ്റുഡൻസിനെ മാത്രം നമ്മൾ കെയർ ചെയ്തുകൊണ്ട് പോയാൽ കാര്യമില്ല. അവരെ കെയർ ചെയ്യാതിരുന്നാലും ദോഷമാണ്. ഇനി ചെയ്യാതെ സ്ലോ ആക്കിയാലും കാര്യമില്ല. ഇപ്പൊ സ്ലോ ആക്കുകയും ചെയ്യണം, അതേ സമയത്ത് ചില എക്സ്ട്രാ ഗൈഡൻസ് ബ്രൈറ്റ് സ്റ്റുഡൻസിന് കൊടുക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ഷൈനി, ലത നിർമ്മല, ഞാൻ അധികം വായിക്കാത്ത പേരാണല്ലോ. ലത നിർമ്മല, ഇടയ്ക്കൊക്കെ കേറുന്നില്ലായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നു. ലത നിർമ്മല, എനിക്ക് വളരെ സന്തോഷമുണ്ട്. സുജ, അതുപോലെ ലിലിയ ജോൺസ്, ഞാൻ ഇടയ്ക്ക് വായിച്ചതുപോലെ തോന്നുന്നുണ്ട്, ഇപ്പൊ വീണ്ടും വായിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദേവിക പിന്നെയും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാണ്. അപ്പൊ ഇത് നിങ്ങളൊക്കെ വീണ്ടും പോസ്റ്റ് ചെയ്യാം. ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് 4ാം ദിവസത്തിലേക്കാണ് കിടക്കേണ്ടത് അല്ലേ? 4ാം ദിവസം ഇന്ന് തീർക്കേണ്ടിയിരിക്കുന്നു.
Okay. Which of the following is not an aspect of learning? Which of the following is not an aspect of learning? Modification of perceptions വേണ്ടിയതാണ്. Accumulation of knowledge വേണ്ടിയതാണ്. Elimination of errors വേണ്ടിയതാണ്. ഡിയും. അപ്പൊ പിന്നെ ഏതായിരിക്കും? സി ആണ്. കറക്റ്റ് ആണല്ലേ? ഡോക്ടർ ശാലിനി, കൃഷ്ണപ്രിയ, കാവ്യ, അമ്പിളി, രേഷ്മ, ദേവിക, സജിത. ഓക്കെ, രശ്മി എസ്, സുജ. മതി. സെൻസിറ്റൈസേഷൻ ഓഫ് നെർവ് ഫൈബർ എന്ന് പറഞ്ഞത്. ആ നെർവ് ഫൈബറിനെ ഒക്കെ നമ്മൾ സെൻസിറ്റൈസ് ചെയ്യാൻ പോകേണ്ട കാര്യം അത്രയും ലെവലിലൊന്നും നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ വരികയില്ല. ഓക്കെ, അതൊക്കെ വലിയ പിന്നെ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നവര് ചെയ്യുന്ന ചില പ്രത്യേക ട്രീറ്റ്മെന്റ്സ് ആണ്. അത് ലേണിംഗ് എന്ന് പറയുന്ന ആസ്പെക്റ്റിലേക്ക് വരുത്താൻ പറ്റൂല. ഓക്കെ, സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. 2012 December, the best method of teaching is to impart information, ask students to read books, suggest good reference material, D edana, initiate a discussion and participate in it. ഒരു ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഡി ആണ് കറക്റ്റ്. നിങ്ങൾക്ക് കേട്ടപ്പോഴേ മനസ്സിലായി അല്ലേ? ഫൗസിയ, റോസ്മരിയ, സജിത, അതുൽ, ദേവിക, സജിത, ഡോക്ടർ രമ്യ, താങ്ക് യു വെരി മച്ച്. ഇനീഷ്യേറ്റ് എ ഡിസ്കഷൻ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. and ഇതൊന്ന് നോക്കി. ഇനി അറേഞ്ച് ദ ഫോളോയിങ് പ്രോസസ് ഇൻ ഓർഡർ. ഒരു ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം, ഒരു ക്ലൂ പറഞ്ഞുതരാം. സംതിങ് റിലേറ്റഡ് ടു ഓബ്ജക്റ്റീവ്സ് ആയിരിക്കും ഒന്നാമത്തെ ഐറ്റം. അപ്പൊ ഇവിടെ ഫോർമുലേറ്റിംഗ് ഓബ്ജക്റ്റീവ്സ് എന്ന വാക്കാണ് തേർഡ് ഐറ്റം ആണ്. അതാണ് ഒന്നാമത് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ 3 ഒന്നാമത് വന്നിരിക്കുന്നത് ബിക്കും സിക്കും മാത്രമാണ്. ബാക്കി ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇവാലുവേഷൻ ഒന്നും ഒരിക്കലും ഫസ്റ്റിൽ വരികയില്ല. ഇതിൽ ഇനി ഏതാണെന്ന് നോക്കണം. ഫോർമുലേറ്റിംഗ് ഓബ്ജക്റ്റീവ്സ് കഴിഞ്ഞിട്ട് ഇവാലുവേഷൻ ലാസ്റ്റ് ആണ്. ഇവാലുവേഷൻ ലാസ്റ്റ് അല്ല, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ പറയാം. ഫോർമുലേറ്റിംഗ് ഓബ്ജക്റ്റീവ്സ് കഴിഞ്ഞ ഉടൻ തന്നെ പ്രസന്റേഷൻ ആണ്. പ്രസന്റേഷൻ ഓഫ് മെറ്റീരിയൽസ്. പ്രസന്റേഷൻ ഓഫ് മെറ്റീരിയൽസ് 3 കഴിഞ്ഞ് 4 ആവരണ്ടേ? ആ ബീയിങ് സിക്കും 3 കഴിഞ്ഞ് 4 ആണ്. പക്ഷേ പിന്നീട് ഇവാലുവേഷൻ ആണ് വരേണ്ടത്. ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് റീടീച്ചിങ് വരുന്നത്. റീടീച്ചിങ് എന്ന് പറഞ്ഞാൽ മൈക്രോ ടീച്ചിങ്ങിന്റെ ഒരു സൈക്കിളാണ് മൈക്രോ ടീച്ചിങ്. മൈക്രോ ടീച്ചിങ് ഞാൻ പറഞ്ഞൊന്നില്ലല്ലേ? മൈക്രോ ടീച്ചിങ്ങില് പറഞ്ഞൊന്നും തോന്നുന്നല്ലേ? മൈക്രോ ടീച്ചിങ്ങിൽ പ്ലാനിങ്, ടീച്ചിങ്, പിന്നെ ഫീഡ്ബാക്ക്, പിന്നെ റീപ്ലാനിങ്, റീടീച്ചിങ്, റീഫീഡ്ബാക്ക്. അതാണ് മൈക്രോ ടീച്ചിങ്. അതിന്റെ സ്റ്റെപ്സ് അങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ പറയോ? അത് പറഞ്ഞിട്ടില്ല. മൈക്രോ ടീച്ചിങ് അല്ലേ? ഞാനത് പറഞ്ഞില്ലല്ലേ? ഓക്കെ, അത് വേണേ നോട്ട് ചെയ്തോളുക. പ്ലാനിങ്, ടീച്ചിങ്, ഫീഡ്ബാക്ക്. എന്നിട്ട് റീപ്ലാനിങ്, റീടീച്ചിങ്, റീഫീഡ്ബാക്ക്. റീപ്ലാനിങ്, റീടീച്ചിങ്, റീഫീഡ്ബാക്ക്. ഓക്കെ, അത് മൈക്രോ ടീച്ചിങ് എന്നാണ് പറയുന്നത്. മൈക്രോ ടീച്ചിങ്ങിൽ മൈക്രോ എന്ന് വിളിക്കാൻ കാരണം നമ്മുടെ കുട്ടികളുടെ എണ്ണം വളരെ മൈക്രോ ആണ്. 5 or 6 കുട്ടികളെ വെച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അല്ലെ മാക്സിമം 10 പേര് കാണില്ല, ഒരു 6, 7, 8 പേരൊക്കെ. ഓക്കെ, മൈക്രോ. പിന്നെ സമയം മൈക്രോ ആണ്. സമയം 40 മിനിറ്റ് മുതൽ കോളേജ് ക്ലാസ്സിൽ 1 hour വരെ നമ്മൾ എടുക്കും. എന്നാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ 10 മിനിറ്റേ ഉള്ളൂ, 10 minutes. 7 മുതൽ 10 വരെ മിനിറ്റുകളെ നമ്മൾ എടുക്കുകയുള്ളൂ. കുട്ടികളുടെ എണ്ണവും 6 or 7 തൊട്ട് മാക്സിമം 10 വരെ എടുക്കുകയുള്ളൂ. ചെറിയ ഒരു ടോപ്പിക് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. നമ്മൾ 45 മിനിറ്റോ അല്ലെങ്കിൽ 1 hour പീരീഡ് പഠിപ്പിക്കുന്നതിന്റെ
ഒരു 4/1 പോലും നമ്മൾ എടുക്കുകയില്ല. ചെറിയ ഒരു ടോപ്പിക്ക് മാത്രമായിരിക്കും, ചെറിയ 1-2 കോൺസെപ്റ്റുകളായിരിക്കും നമ്മൾ. ഇപ്പൊ ടോപ്പിക്ക് മൈക്രോ ആണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് മൈക്രോ ആണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് പറയുന്നത്, ടൈം മൈക്രോ ആണ്. പിന്നെ സ്കിൽസ്, നമ്പർ ഓഫ് സ്കിൽസ് എടുക്കുന്നത് 1 മാത്രമാണ്. ഒരു വലിയ ക്ലാസ്സിൽ 10-15 സ്കില്ലുകളൊക്കെ നമുക്ക് വേണ്ടി വരും. ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതിന് സ്കിൽ വേണം, ഇൻട്രൊഡക്ഷൻ സ്കില്ല്. ക്ലാസ്സിന് ഇൻഡ്യൂസ് ചെയ്യാൻ ഇൻഡക്ഷൻ സ്കില്ല് വേണം, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇൻട്രൊഡക്ഷൻ സ്കില്ല് വേണം, ചോദ്യോത്തരങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആൻസർ സ്കില്ല് വേണം, സ്റ്റിമുലസ് വേരി ചെയ്യിക്കാനായിട്ട് സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ വേണം. അതുപോലെ പിന്നെന്താണ് പറയുന്നത്, ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യാൻ സ്കിൽ ഓഫ് യൂസിങ് ബ്ലാക്ക് ബോർഡ് വേണം. പിന്നെ സ്കിൽ ഓഫ് ഇവാലുവേഷൻ വേണം, ഇവാലുവേഷൻ്റെ സ്കിൽ ഓഫ് കൺക്ലൂഷൻ, ക്ലോഷർ എന്ന് പറയും, സ്കിൽ ഓഫ് ക്ലോഷർ. ഇങ്ങനെ ഒരുപാട് സ്കിൽസ് വേണം ഒരു ക്ലാസ് എടുക്കാനായിട്ട്. അപ്പൊ എന്നാൽ ഒരു സ്കിൽ മാത്രം എടുത്ത് അത് പ്രാക്ടീസ് ചെയ്യുന്ന അതിനാണ് എടുക്കുക. അപ്പൊ സ്കിൽസ്, നമ്പർ ഓഫ് സ്കിൽസ് മൈക്രോ ആണ്. 4 വാട്ട് ആർ ദ മൈക്രോ ആസ്പെക്ട്സ് ഇൻ എ മൈക്രോ ടീച്ചിങ് എന്ന് ചോദിച്ചാൽ, ഈ മൈക്രോ ടീച്ചിങ് എപ്പോഴാണ് എടുക്കുന്നത്? ഒരു ടീച്ചർ ട്രെയിനി ആണ്. BEdനോ TTCക്കോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ടീച്ചിങ് പഠിക്കാൻ വേണ്ടി അതിലെ ഓരോ ആസ്പെക്ട് പഠിച്ചു വരാൻ വേണ്ടി മൈക്രോ ആയിട്ടൊരു ടീച്ചിങ് നടത്തുന്നതിനെയാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. എന്തൊക്കെ ആസ്പെക്റ്റ് ആണ് അതിന്റെ മൈക്രോ എന്ന് പറഞ്ഞാൽ? ടൈം മൈക്രോ ആണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് മൈക്രോ ആണ്, എടുക്കുന്ന സ്കില്ലുകളുടെ എണ്ണം മൈക്രോ, അപ്പോൾ 1 ഉള്ളൂ. അതുപോലെ തന്നെ കോണ്ടന്റ് ഏരിയ മൈക്രോ ആണ്, ചെറിയൊരു കോണ്ടന്റേ നമ്മൾ എടുക്കുകയുള്ളൂ. ദീസ് ആർ ദ മൈക്രോ ആസ്പെക്ട്സ് ഓഫ് മൈക്രോ ടീച്ചിങ്. മനസ്സിലായി കാണും അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഇതിന്റെ സ്റ്റെപ്പ് ടീച്ചിങ്ങിൽ, ഇത് ടീച്ചിങ്ങിന്റെ മൈക്രോ അല്ല, ഇത് ടീച്ചിങ് തന്നെയാണ്. അവിടെ ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, presentation of materials, then evaluation, then reteaching. അപ്പൊ C ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു. Then maximum participation of students is possible in teaching through. കുട്ടികളുടെ മാക്സിമം പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പങ്കെടുക്കുന്നല്ല, അവരുടെ അറ്റൻഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടാവുന്നത് ലെക്ചർ മെത്തേഡിൽ മിനിമം ആയിരിക്കും. ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും കിട്ടൂല, അസൈൻമെന്റ് കൊടുത്താലും കിട്ടൂല. ഏതാണ് കിട്ടുന്നത്? ഡിസ്കഷൻ. വെരി ഗുഡ്. ഡിസ്കഷൻ ആണ്. കൃഷ്ണപ്രിയ, ഫൗസിയ, ഷൈനി, ദേവിക, അശ്വതി, എനിക്ക് പറയാൻ പേര് പറയാം, ലിലിയ ജോൺസ്, റോസ്മരിയ, സജിത, തച്ചറക്കൽ അല്ലേ, ഗൗരി കൃഷ്ണ. വെരി ഗുഡ്. ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ബൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സജിത ഇറങ്ങി പൊക്കളയരുത്, ബൈ പറഞ്ഞിട്ട് പൊക്കളയരുത് കേട്ടോ. ഓക്കെ, വളരെ സന്തോഷം. ഡിസ്കഷൻ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഡിസ്കഷനിലൂടെയാണ് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ നമുക്ക് ഇത്രയും പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഡിസ്കഷനിൽ കൂടെയാണ്. പിന്നെ റോൾ പ്ലേ ഉണ്ട്, സിമുലേഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഐറ്റംസ് വന്നാൽ അതൊക്കെ അതിൽ കൂടിയ രീതിയിലേക്ക് അത് മാറും. ഓരോന്നിന്റെയും ഇഫക്റ്റ് അനുസരിച്ചാണല്ലോ. അറേഞ്ച് ദ ഫോളോയിങ് ടീച്ചിങ് പ്രോസസ്സസ് ഇൻ ഓർഡർ. ഇത് ടീച്ചിങ് ഓർഡറിനെ നമ്മളൊന്ന് ഇത് നോക്കി. റിലേറ്റ് ദ, മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണിത്. റിലേറ്റ് ദ പ്രസന്റ് നോളജ് വിത്ത് പ്രീവിയസ് വൺ. അതൊന്നും ആദ്യം വരുമോ? ഞാൻ പറഞ്ഞല്ലോ, സംതിങ് റിലേറ്റഡ് ടു ഒബ്ജക്റ്റീവ്സ്. അപ്പൊ 4th ഐറ്റം ആണ്. ഇവിടെ നോക്കിയേ, മിടുമിടുക്കരായിട്ട് ഒരു കാര്യം മാത്രം ഇവിടെ ഓർത്താൽ മതി. ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. ഫോർമുലേറ്റിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് 4th ഐറ്റം ആണ്. ആ 4th കൊണ്ട് തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ യു നീഡ് നോട്ട് തിങ്ക് ഓഫ് എനിത്തിങ് എൽസ്, ഓൺലി ഡി. ആ ഒറ്റ ഐറ്റം കൊണ്ട് തന്നെ ഡി ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ദേവിക, ലത, നിർമ്മല, ഗൗരി കൃഷ്ണ, ആൻ, ഡോക്ടർ രമ്യ, സുജ, ദേവിക, എല്ലാവർക്കും മനസ്സിലായോ? ഈ ടെക്നിക്ക് മനസ്സിലായോ? ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. നമ്മുടെ ഈ ടെക്നിക്കുകള് വളരെ നമ്മുടെ നല്ല സീക്രട്ട് ആയിട്ടുള്ള ടെക്നിക്കുകളാണ്. ഇത് മനസ്സിലാക്കി വെച്ചോണം. വളരെ വളരെ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ചിലപ്പോൾ 2 എണ്ണം ഉണ്ടാവും. 4 കൊണ്ട് തുടങ്ങുന്ന 2 എണ്ണം ഉണ്ടെങ്കിൽ ആ 2ൽ ഏതെന്ന് നോക്കിയാൽ മതിയല്ലോ. മറ്റൊന്നിനും അവിടെ കിടന്ന് കുഴയേണ്ട കാര്യമില്ലല്ലോ.
ഇതിന്റെ ഓർഡർ ഞാനൊന്ന് പറഞ്ഞുതരാം. നോക്കിയേ, ഫോർമുലേറ്റിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് 1, പ്രസന്റേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ അല്ലല്ല സോറി, രണ്ടാമത്തത് റിലേറ്റ് ദ പ്രസന്റ് നോളജ് വിത്ത് പ്രീവിയസ് വൺ. അത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അത് ഇതില്ലായിരുന്നു. ഇതിപ്പം ഫസ്റ്റ് ഐറ്റം ആണ് രണ്ടാമത് വരേണ്ടത്. 4, 1 എന്ന് വരും. ഇനി അടുത്തത് ഫിഫ്ത്ത് ആണ്, പ്രസന്റേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് റീടീച്ചിങ് ആണ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ 4, 1, 5, 2, 3 എന്ന് പറയുന്ന ആ ഓർഡർ ആണ് കറക്റ്റ്. അത്രയൊന്നും നമ്മൾ പോകണ്ട. ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന സാധനം തന്നെ ഫസ്റ്റിലുണ്ടോ നോക്കിയാൽ മാത്രം മതി. അത് 2 ഉണ്ട്, 2-ൽ പിന്നെ അടുത്ത ഒരെണ്ണം കൂടെ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ശരി. TV is superior to radio as teaching aid because എന്തുകൊണ്ടാണ് റേഡിയോക്കാട്ടിൽ TV ആണ് സുപ്പീരിയർ നമ്മൾ പറയുന്നത്? അത് കോസ്റ്റ്ലി ആയതുകൊണ്ടാണോ? It invites 2 senses, hearing and vision simultaneously, leading to more accurate form of learning. അത് കറക്റ്റ് ആണെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട അല്ലേ? എന്റെ മക്കൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പാടപെടാന്ന് പറയാണ്. ലത, നിർമ്മല മിടുക്കിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ, ഈസ് ജനറലി ലൈക്ഡ് ബൈ സ്റ്റുഡൻസ്. ഒന്നുമല്ല, ഓൾ ഓഫ് ദി അബോവ് അല്ല. എങ്ങനെ ഓൾ ഓഫ് ദി അബോവ് വരുന്നേ? കോസ്റ്റ്ലി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതൊന്നും കാര്യമില്ല. അതൊന്നും ഓൾ ഓഫ് ദി അബോവ് കൊടുക്കരുത്. ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. അതിനകത്ത് കംപ്ലീറ്റ് കാര്യങ്ങളും 2 സെൻസ് പറയുന്നു, ഹിയറിംഗ് ആൻഡ് വിഷൻ. അതാണ് വളരെ കറക്റ്റ് കേട്ടോ. ഓക്കെ, ആഫ്റ്റർ എ ലെക്ചർ ഇഫ് എ സ്റ്റുഡന്റ് ആസ്ക്സ് യു എ ക്വസ്റ്റ്യൻ ആൻഡ് യു ഡു നോട്ട് നോ ദ ആൻസർ. വളരെ കറക്റ്റ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് വിൽ ബി യുവർ റെസ്പോൺസ്? ഇതിലേതായിരിക്കും നമ്മുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞ്? യു വിൽ നോട്ട് ആൻസർ, ഒന്നും പറയത്തില്ല, മിണ്ടാതിരിക്കുക. യു വിൽ സേ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഈസ് ഇംപ്രോപ്പർ. ചിലർ അത് പറയും കേട്ടോ, ഇതെന്ത് ക്വസ്റ്റ്യൻ ആടാ, കാര്യമായിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻ ചോദിക്കരുത്. യു വിൽ പ്രോമിസ് ടു ഗിവ് ദ ആൻസർ ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. അങ്ങനെയാണോ പറയാൻ ആഗ്രഹിക്കുന്നത്? റോസ്മരിയ, ഡോക്ടർ രമ്യ, സുജ, അശ്വതി എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണല്ലേ? ഓക്കെ, ഞാൻ വരുന്നേ, 1 മിനിറ്റ്. എനിക്ക് ഒരു കൈ ഒന്ന് കഴിക്കും. Okay. You will promise to give the answer in the next lecture. Correct ആണ്, അതാണ് കറക്റ്റ്. You will discourage the student. തെറ്റാണ്. You will say that the question is improper. ഒരിക്കലും പറയരുത്. You will not answer. അതും തെറ്റാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു ഇംപ്രോപ്പർ ക്വസ്റ്റ്യൻ ആണെന്ന് കണ്ടാലും നമ്മൾ ആ സമയത്ത് ആ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു പെശകുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാനൊന്ന് കറക്റ്റ് നോക്കിയിട്ട് നാളെ ഞാൻ പറഞ്ഞുതരാം.
ചുമ്മാ കയറി ഇംപ്രോപ്പർ ആണെന്ന് പറയരുത്. നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ അത് ഇംപ്രോപ്പർ ആണെന്നൊരു സംശയം നമുക്ക് തോന്നിയാൽ അത് സംശയമെന്നേ പറയാവൂ, അല്ലാതെ ആ ക്വസ്റ്റ്യൻ ഇംപ്രോപ്പർ ആണ് എന്നങ്ങ് ലേബൽ ചെയ്ത് പറയാൻ പാടില്ല. കാരണം നമുക്ക് 100% തറവാണെങ്കിൽ ഒരുപക്ഷെ പറയാമായിരിക്കും അധ്യാപകർ, പക്ഷെ എൻ്റെ നേച്ചറിന് ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു പെശകുണ്ടെന്നാണ്. ഏതായാലും ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഐ വിൽ ചെക്ക് ആൻഡ് ഗിവ് യു ദ കറക്റ്റ് ആൻസർ ടുമോറോ. ഇതാണ് കറക്റ്റ്. ആരും നമ്മളെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ. 4 ആണ് അല്ലേ കൃഷ്ണപ്രിയ? വെരി ഗുഡ്. ഓക്കെ ഓക്കെ. കൺസിഡർ ദ ഫോളോയിങ്. ഞാൻ ടീച്ചിങ്ങിൽ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ ക്വസ്റ്റ്യനിലേക്ക് ഉൾപ്പെടുത്തിയത്. എല്ലാം നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ പ്രസന്റേഷൻ തീരത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മാക്സിംസ് എന്ന് വിളിക്കും. മാക്സിം. ടീച്ചിങ്ങിൽ മാക്സിംസ് എന്ന് പറഞ്ഞാൽ ഒരു വാട്ട് ഷുഡ് ഫോളോ വാട്ട് എന്നാണ്. വേണമെന്ന് എഴുതിയെടുത്തോ കേട്ടോ. മാക്സിം ഓഫ് ടീച്ചിങ്. എ മാക്സിം explains what should follow what. എന്തിന് പിന്നാലെ വരണം, എന്തിന് ശേഷം വരണം. What should follow what. എന്തിന് പിന്നാലെ വരണം എന്ന് പ്രതിപാദിക്കുന്ന ആ വസ്തുതയാണ് മാക്സിം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ടീച്ചിങ്ങിൽ കോംപ്ലക്സ് ആണോ ആദ്യം പറയേണ്ടത്, സിമ്പിൾ ആണോ ആദ്യം പറയേണ്ടത്? നിങ്ങളത് പറഞ്ഞേ. കോംപ്ലക്സ് ആണോ ആദ്യം പറയേണ്ടത് അതോ സിമ്പിൾ പറഞ്ഞിട്ടാണ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ സന്തോഷം കേട്ടോ. സിമ്പിൾ പറഞ്ഞിട്ടാണ് കോംപ്ലക്സിലേക്ക് പോകേണ്ടത്. അപ്പൊ ഫ്രം കോംപ്ലക്സ് ടു സിമ്പിൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന് പറയുന്നതാണ് കറക്റ്റ് കേട്ടോ. ഓക്കെ. ഫ്രം അബ്സ്ട്രാക്ട് ടു കോൺക്രീറ്റ് എന്ന് ഒരിക്കലും പറയില്ല. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അമൂർത്തമായത്, നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തത് എന്നുള്ളതാണ് അബ്സ്ട്രാക്ട്. ഏറ്റവും അബ്സ്ട്രാക്ട് ആയിട്ടുള്ളത് നമ്മുടെ കോൺ ഓഫ് എക്സ്പീരിയൻസിന്റെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നതാണ്. ഏറ്റവും താഴെ അറ്റത്താണ് ഏറ്റവും കോൺക്രീറ്റ് ആണ്. Oh, you said once known to unknown. Very good, very good. Correct ആണ്, correct ആണ്. ഡോക്ടർ ശാലിനി, അതാണ് കറക്റ്റ്. ഫ്രം ദ നോൺ ടു ദ അൺനോൺ. ഞാൻ ഇടയ്ക്കെങ്ങാണ്ട് പറഞ്ഞു അല്ലേ, മാക്സിമം എന്ന് പറഞ്ഞു കാണത്തില്ല, പക്ഷെ അല്ലാതെ ഞാൻ എന്തോ പറഞ്ഞപ്പോ അവതരിപ്പിച്ചതായിരിക്കാം. ഓക്കെ. ഫ്രം അൺനോൺ ടു നോൺ എന്നാ ഇവിടെ കിടക്കുന്നത്. അതെല്ലാം തെറ്റാണ്. ഫ്രം അനാലിസിസ് ടു സിന്തസിസ്, അത് കറക്റ്റ് ആണ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കീറി മുറിച്ച് ചെറിയ ആസ്പെക്ട് പറയുന്നു. അനാലിസിസ് കഴിഞ്ഞിട്ട് സിന്തസിസ് വന്നാൽ അത് കുറച്ച് നന്നായിട്ട് മനസ്സിലാവും. സിന്തസിസ് ആദ്യം കൊടുക്കാൻ പറ്റത്തില്ല. അനലൈസ് ചെയ്തിട്ടാണ് കമ്പൈൻ ചെയ്ത് സിന്തസിസ് ഉണ്ടാക്കുന്നത്. ജനറലൈസ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ. സോ വിച്ച് ഓഫ് ദീസ് ആർ മാക്സിംസ് ഓഫ് ടീച്ചിങ്? ഇതിന് ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ എന്ന് പറയും. പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം, എന്നിട്ട് പൊതുവായ കാര്യത്തിലേക്ക് പോവുക. അതാണ് കറക്റ്റ്. ഫ്രം അനാലിസിസ് ടു സിന്തസിസ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. 3 and 5 ആണ് ഇവിടെ കറക്റ്റ് കേട്ടോ. വേറൊന്നും തന്നെ കറക്റ്റ് അല്ല. പിടികിട്ടിയോ? ഏകദേശം 3 and 5. എ ആണ് കറക്റ്റ്. വെരി ഗുഡ്. എ ആണ് കറക്റ്റ്. ലതാ നിർമ്മലയൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇപ്പൊ ഉത്തരം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വളരെ സന്തോഷം. അശ്വതി, ഗൗരി കൃഷ്ണ, ആൻ, സുജ, രശ്മി എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ പേടിക്കുമോ? ഇനി പേടിക്കുമോ? ഇപ്പൊ 5 മാക്സിംസ് ഇതിനകത്തുണ്ട്. 5 മാക്സിംസ് ആക്കി ഒന്ന് പറയട്ടെ ഞാൻ. ഫ്രം കോൺക്രീറ്റ് ടു ആബ്സ്ട്രാക്ട്. നിങ്ങൾ പേടിക്കില്ല എന്നാ പറയുന്നത് അല്ലേ? ഓക്കെ. ഫ്രം കോൺക്രീറ്റ് ടു ആബ്സ്ട്രാക്ട്, ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്, ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ, അത് കറക്റ്റ് ആണ്. ഫ്രം നോൺ ടു അൺനോൺ, ഫ്രം അനാലിസിസ് ടു സിന്തസിസ്, അതും കറക്റ്റ് ആണ്. ഇതിനകത്ത് 2 എണ്ണമേ കറക്റ്റ് ഉള്ളൂ. ബാക്കി ഞാൻ തിരുത്തി പറയുമായിരുന്നു, കറക്റ്റ് ആക്കി പറയുമായിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ. ഫ്രം എംപിരിക്കൽ ടു റാഷണൽ, ഒരു വാക്ക് വേറൊരു മാക്സിം ആണ് കേട്ടോ.
ഫ്രം എംപിരിക്കൽ ടു റാഷണൽ എന്ന് പറഞ്ഞാൽ, റാഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് പറയുന്നതാണ് റാഷണൽ. ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് റാഷണൽ ആണ്. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ച് കണ്ടെത്താവുന്നത്. H2 + O2 = H2O, 2H2O എന്ന് പറയുന്നത് എംപിരിക്കൽ ആണ്. നിങ്ങൾ പോയി നോക്കൂ, എംപിരിക്കൽ ആണ്. എന്നാൽ ദൈവമാണ് എന്നെ സുഖപ്പെടുത്തിയത് എന്നൊരാൾ പറയുന്നെങ്കിൽ അത് റാഷണൽ ആണ്. അതൊരു ബിലീഫാണ്, ഒരാളിന്റെ തോട്ടാണ്, ബിലീഫാണ്, ഫെയ്ത്ത് ആണ്. അപ്പൊ എംപിരിക്കൽ കഴിഞ്ഞേ റാഷണൽ പറയാവൂ. ഫ്രം എംപിരിക്കൽ ടു റാഷണൽ. പിന്നെ നിയറർ, അടുത്തുള്ളത് പറഞ്ഞിട്ട് വേണം അകലെ. ഫ്രം ദ നിയറർ ടു ദ ഡിസ്റ്റന്റ് എന്ന് പറയും. ഫ്രം ദ നിയറർ ടു ദ ഡിസ്റ്റന്റ്, ഫ്രം ദ ഈസി ടു ദ ഡിഫിക്കൽട്ട്, ഫ്രം ദ ഈസി ടു ദ ഡിഫിക്കൽട്ട്. ഈസി കഴിഞ്ഞിട്ട് വേണം ഡിഫിക്കൽട്ടിലേക്ക് പോകാൻ. ഇങ്ങനെയുള്ള കുറെ മാക്സിംസ് ഉണ്ട്, അതെല്ലാം നിങ്ങളൊന്ന് ഓർത്തിരുന്നുണ്ട്. ഓക്കെ. കിൻഡർഗാർട്ടൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ മീൻസ് ഗാർഡൻ ഓഫ് സ്മോൾ കിഡ്സ് എന്നാണ് കേട്ടോ. വിച്ച് ഈസ് ഇൻഡപ്റ്റഡ് ടു ആരോട് കടപ്പെട്ടിരിക്കുന്നു? പ്ലേറ്റോ, ഫ്രൗബൽ, ഡ്യൂയി, സ്പെൻസർ. ഇതിൽ ആരാണ് ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന വ്യക്തി? നിങ്ങൾക്ക് വെരി ഗുഡ്, നിങ്ങൾക്കറിയാൻ. അതുൽ, ഷൈനി, ഫൗസിയ, ഡോക്ടർ ശാലിനി, കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയയ്ക്ക് ഒരു സംശയമുണ്ട്, ഞാൻ ഈ ആളിനെ ഒന്ന് കാണിച്ചു തരാം. ഇതാരാണ്? ഫ്രെഡറിച്ച് ഫ്രൗബൽ. In 1837, Friedrich Froebel founded his own school and called it Kindergarten. എന്ന് അദ്ദേഹമാണ് പേര് കൊടുത്തത്. തന്റെ സ്വന്തം ഒരു സ്കൂൾ ഫൗണ്ട് ചെയ്തിട്ട് അദ്ദേഹം 1837 ആ കിൻഡർ ഗാർട്ടൻ ഓർ ചിൽഡ്രൻസ് ഗാർഡൻ എന്നാണ്. ഇതിന്റെ മീനിങ് ചിലപ്പോൾ ചോദിക്കും കേട്ടോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടേം കിൻഡർ ഗാർട്ടൻ? അവിടുത്തെ വേർഡ് ഗാർഡൻ എന്നല്ല, ഗാർട്ടൻ എന്നാണ്. ടി തന്നെയാണ്. അതതിന് ഒറിജിനൽ ഫ്രഞ്ച് വേർഡോ വേറെ ഭാഷയിലുള്ള വേർഡാണ്. അതുകൊണ്ട് ആ കിൻഡർ ഗാർട്ടൻ എന്ന് പറയും. അവിടെ ചിൽഡ്രൻസ് ഗാർഡൻ എന്നാണ്. പ്രയർ ടു ഫ്രൗബൽസ് കിൻഡർ ഗാർട്ടൻ, ചിൽഡ്രൻ അണ്ടർ ദി ഏജ് ഓഫ് 7 ഡിഡ് നോട്ട് അറ്റൻഡ് സ്കൂൾ. 7 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിരുന്നില്ല. ഇത് കണ്ടെത്തുന്നതിന്, ഈ സ്കൂൾ കണ്ടെത്തുന്നതിന് മുമ്പ് എന്നാ പറയുന്നത്. മനസ്സിലായി? അതിന് മുമ്പ്, ആ വർഷത്തിനൊക്കെ മുമ്പ്. ഇദ്ദേഹത്തിന് ശേഷമാണ് 7 വയസ്സിന് മുമ്പുള്ള കുഞ്ഞുങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള സ്കൂളായിട്ട് കിൻഡർ ഗാർട്ടൻ സ്കൂള്, KG, അതാണ് KG എന്ന് പറയുന്നത്, കിൻഡർ ഗാർട്ടൻ. KG ഉണ്ട്, UKG ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ സെക്കൻഡ് ആണ്. If students are not able to follow, നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ you should give them prompt attention എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല അറ്റൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മേക്ക് ദ മാറ്റർ ഈസി, കുറച്ചുകൂടി ഈസി ആക്കി കൊടുക്കുക. അത് വേണ്ടി വന്നാൽ ചെയ്യാം. പക്ഷെ അതിലും ബെറ്റർ എന്താണ്? ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ്. അതാണ് ഏറ്റവും നല്ല. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ വളരെ കോൺക്രീറ്റ് ആണ്. സ്റ്റോപ്പ് ദ ക്ലാസ് ഫോർ എ ബെറ്റർ ടൈം, അത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സമയം. സി ആണ് കറക്റ്റ്. സജിത, കാവ്യ, അശ്വതി, രശ്മി, ദേവിക, ഗൗരി കൃഷ്ണ, സി ആണ് കറക്റ്റ്. എന്താ കാരണം? മേക്ക് ദ മാറ്റർ ഈസി എന്ന് പറയുന്ന ഒരു പരിധി വരെ ശരിയാണത്. കാരണം നമ്മുടെ കുട്ടികൾ ഫോളോ ചെയ്യുന്നില്ലെന്ന് കണ്ടാൽ നമ്മളത് കുറച്ചുകൂടെ സിമ്പിൾ ആക്കി കൊടുക്കാം, ഈസി ആക്കി കൊടുക്കാം. പക്ഷേ ആ ഈസി ആക്കി കൊടുക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവ് ആണ് ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ് എന്ന് പറയും. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. അപ്പൊ നിങ്ങൾ തന്നെ ചോദിക്കത്തില്ല, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ സാർ അതിനൊരു ഉദാഹരണം പറയാമോ? ക്യാൻ യു സൈറ്റ് ആൻ എക്സാമ്പിൾ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാണ് ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതാണ് കറക്റ്റ് കേട്ടോ. Which of the following is a solution to make the class teaching more effective? ക്ലാസ്സിലെ ടീച്ചിങ് ഇഫക്റ്റീവ് ആക്കാൻ ഒരു പരിഹാരം പറഞ്ഞു തരാമോ? ഗീവ് ഹോംവർക്ക്സ് ഇൻ എക്സസ് എന്ന് പറഞ്ഞ, എക്സസ് ആയിട്ട് ഹോംവർക്ക് കൊടുക്കുക. ഒരിക്കലും ശരിയല്ല, അങ്ങനെ ചെയ്യരുത് കേട്ടോ. സ്റ്റോപ്പ് ദ സ്റ്റുഡൻസ് ആഫ്റ്റർ ദ സ്കൂൾ ടൈം ആൻഡ് ഹാവ് ഡിസ്കഷൻസ് വിത്ത് ദം. ഒരിക്കലും ചെയ്യരുത്, അറുംകൊലയാണത് കേട്ടോ. അറുംകൊലയാണ്, ഒരിക്കലും ചെയ്യരുത്. കുഞ്ഞുങ്ങളെ 4 മണിക്ക് ശേഷം ഒരു കാരണവശാലും നിവർത്തിയുണ്ടേ പിടിച്ചു നിർത്തരുത്. അല്ലെ അതുപോലെ എമർജൻസി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നിർത്താം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ക്ലാസ് ലെക്ചർ
ആസ്ക് സ്റ്റുഡൻസ് ആസ്ക് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ ലെക്ചർ. അതാണ് കറക്റ്റ്, അതാണ് കറക്റ്റ്. ക്ലാസിന്റെ അവസാനത്തിൽ നിങ്ങളുടെ പ്രസന്റേഷൻ ഒന്ന് നിർത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചോളൂ. അത് നിങ്ങൾ കുട്ടികളോട് പറയണം. ഞാൻ പ്രസന്റ് ചെയ്തും ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഓരോ വാക്കിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി, അവരതിന് ഉത്തരം നൽകും. അപ്പൊ അവർ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യും, നോട്ട്സ് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? മറ്റേതെന്താണ്? ടെൽ സ്റ്റുഡൻസ് ദാറ്റ് യു വിൽ ടീച്ച് ദ ലെസൺ വൺസ് അഗെയിനോ. അതുകൊണ്ട് കാര്യമില്ല. ഒരിക്കൽ കൂടെ ഞാൻ പഠിപ്പിക്കുമെന്ന് അവരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതാണ് ഏറ്റവും കറക്റ്റ്. സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലത, നിർമ്മല, രശ്മി, സുജ, അശ്വതി, രേഷ്മ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, ഇതൊന്ന് നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് മീൻ ആൻ ഇഫക്റ്റീവ് എഡ്യൂക്കേഷൻ? ഒരു ഇഫക്റ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ പറ്റുന്നത് അങ്ങ് മാറ്റിയാൽ മതിയല്ലോ. എ ടീച്ചർ ടീച്ചേഴ്സ് വിത്ത് എന്തൂസിയാസം ഇഫക്റ്റീവ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ അതങ്ങ് വിടാം. എ ടീച്ചർ ഫൈൻസ് ഫോൾട്ട് വിത്ത് സ്റ്റുഡൻസ്. അതാണ് അല്ലേ? വേറെ ഒന്നും നോക്കണ്ട, ഒന്നും വായിച്ചു നോക്കണ്ട. ഫൈൻസ് ഫോൾട്ട് വിത്ത് സ്റ്റുഡൻസ് പറഞ്ഞാൽ കുട്ടികളിൽ കുറ്റം കണ്ടുപിടിക്കുക. കുട്ടികളുടെ കുറ്റം കണ്ടുപിടിക്കാൻ അല്ല നമ്മൾ ഒരിക്കലും ക്ലാസ് എടുക്കേണ്ടത്. നല്ല കുഞ്ഞുങ്ങളാണ് അവരിയ്ക്കുന്നവര്, നല്ല കുഞ്ഞുങ്ങളാണ്. ഇപ്പൊ നിങ്ങളെല്ലാവരും നല്ല കുഞ്ഞുങ്ങളാണ് കേട്ടോ. എന്റെ നല്ല മക്കളാണ്. രശ്മി, സുജ, ദേവിക, രേഷ്മ, ദീപ, ഗൗരി, വേറെ പേരുകൾ ഇനി വരട്ടെ, ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളിൽ ഒരിക്കലും ഞാനൊരു കുറ്റം കണ്ടുപിടിക്കാനല്ല, നിങ്ങളെ എത്രയും പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് എന്റെ ഉദ്ദേശ്യം. അതാണ് എന്റെ ലക്ഷ്യം. അതാണ് ദാറ്റ് ഇസ് മൈ ഒബ്ജക്റ്റീവ്. ത്രൂ മൈ ടീച്ചിങ് ഐ വാണ്ട് ടു enhance your studies, enhance your interest, encourage your motivation. ഇതെല്ലാം നിങ്ങളെ നല്ല മോട്ടിവേറ്റഡ് ആക്കുക, നന്നായിട്ട് ഉത്സാഹികളാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, പഠനം കണ്ടിന്യൂ ചെയ്യണം, അടുത്തൊരു കോഴ്സിന് ചേരണം കേട്ടോ. ഇഗ്നോയുടെ ഒരു കോഴ്സിന് നിങ്ങൾ ചേരുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുത്തോളുക. സൈക്കോളജി ഉള്ളവർ സൈക്കോളജി എടുക്കുക, സോഷ്യോളജി വേണ്ടിയവർ സോഷ്യോളജി എടുക്കുക. ഇഗ്നോവിൽ ഞാൻ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ ഇഗ്നോയിൽ സോഷ്യോളജി MA പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഹലോ സർ, സൈക്കോളജിയുടെ ക്ലാസ് പത്തനംതിട്ടയുണ്ടോ? ഹലോ മോളെ, ചോദിച്ചോ. സൈക്കോളജി ക്ലാസ് പത്തനംതിട്ട, സൈക്കോളജിയുടെ ക്ലാസ് ഉണ്ടോ ഇഗ്നോയുടെ പത്തനംതിട്ട കാതോലിക്കറ്റില്? പത്തനംതിട്ട ഇതുവരെ തുടങ്ങിയില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അനുവാദമൊക്കെ ഇടയ്ക്ക് തന്നായിരുന്നു, പക്ഷെ തുടങ്ങിയില്ല. സൈക്കോളജി ചേരുന്നെങ്കിൽ നമ്മുടെ കൊല്ലത്ത് CCRD എന്നും പറഞ്ഞൊരു കോളേജ് ഉണ്ട് കേട്ടോ. വളരെ ഹെൽപ്ഫുൾ ആണ്. അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്നെ അവർക്കെല്ലാം അറിയാം. സ്വാമി ഡാനിയൽ സാർ എന്ന് പറഞ്ഞ പത്തനംതിട്ട സ്റ്റഡി സെന്ററിലെ സാറാണ്. ഞാനിപ്പോ അവിടെ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട് കേട്ടോ, ഒരു MSW കൗൺസിലിംഗ്. MSW കൗൺസിലിംഗ് കോഴ്സാണ്. ഞാൻ സൈക്കോളജി കഴിഞ്ഞാണ്, അതുകൊണ്ട് ഞാനൊരു MSWന് ചേർന്നു. MSWന് ചേരാൻ കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണേലും ചേരാം. നല്ലതാണ്, നല്ല കോഴ്സാണ് MSW കൗൺസിലിംഗ്. ചേരാൻ പറ്റും കേട്ടോ. CCRD എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. സെന്റർ ഫോർ എന്താണ് പറയുന്നത്, കൗൺസിലിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. സെന്റർ ഫോർ കൗൺസിലിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് സ്ഥാപനത്തിന്റെ. കൊല്ലത്ത് വരെ പോകണ്ട, അല്ല അവിടുന്ന് കൊല്ലത്ത്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു കൊല്ലത്ത് വരെ പോകണ്ട, അതിന് മുമ്പാണിത്. അയത്തിൽ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. അവരെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്ത് തരും. സൈക്കോളജി വേണമെങ്കിൽ MA സൈക്കോളജി പഠിക്കാൻ 2 വർഷം, MSW കൗൺസിലിംഗ് പഠിക്കാൻ പറ്റും. MA സോഷ്യോളജി വേണമെങ്കിൽ പത്തനംതിട്ട നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. MBA ഉണ്ട്. MBA എടുക്കേണ്ടവർക്ക് MBA പത്തനംതിട്ട സ്റ്റഡി സെന്റർ ഉണ്ട്, MBA ക്കാൻ പറ്റും. ഇത് 2 വർഷമാണ്. MBAക്ക് പക്ഷേ 10-21 പേപ്പറുകളുണ്ട്. അത് പേപ്പറുകളൊക്കെ എഴുതാമെങ്കിൽ നമുക്ക് 2 വർഷം എന്നുള്ളത് 3 വർഷം ഒക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ വേണേലും പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്നെ പേഴ്സണലി, ഞാൻ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരാം.
MTM എന്നൊരു കോഴ്സ് ഉണ്ട്, മാസ്റ്റർ ഓഫ് ടൂറിസം മാനേജ്മെന്റ്. സൂപ്പർ കോഴ്സാണ്. നിങ്ങൾക്ക് ഇത് മെയിൻ ആയിട്ടല്ലല്ലോ, നിങ്ങളുടെ PG കഴിഞ്ഞവരാണ്. അപ്പൊ നമുക്ക് അഡീഷണൽ ഒരു PG എടുക്കുകയാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി പ്രോഗ്രാംസ് ഒന്ന് എടുക്കുക, ഏത് സബ്ജക്റ്റ് ആണ് നല്ലത് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നെറ്റിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. പഠിക്കണം, പഠനം ഒരിക്കലും നിർത്തരുത്, പഠിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അത് റെപ്പിറ്റേഷൻ ആണ്. Which of the following steps would you consider first as an effective communicator? ഒരു കമ്മ്യൂണിക്കേറ്റർ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള നിലയിൽ ഏത് സ്റ്റെപ്പുകളാണ് നിങ്ങൾ ആദ്യമായിട്ട് പരിഗണിക്കുന്നതെന്നാണ്. പ്ലാൻ ദ ഇവാലുവേഷൻ പ്രൊസീജിയർ അല്ല, ഇവാലുവേഷൻ ഒരിക്കലും ആദ്യം വരില്ല. സിലക്ട് ദ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ല. സ്പെസിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരൊറ്റ വാക്ക് നോക്കിയാൽ മതി. എത്ര ക്വസ്റ്റ്യൻ ഇപ്പൊ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കി, ആ ഒറ്റ വാക്കുകൊണ്ട് അതൊരു വലിയ ക്ലൂ ആണ്. Something related to objectives should come first. Identify the various media of communication. അതല്ല, മീഡിയ എന്ന് പറഞ്ഞാൽ അത് പിന്നീടാണ്. ഒബ്ജക്റ്റീവ്സ് ആണ് ആദ്യം വരേണ്ടത്. ആണ് ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് എന്ന് ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടാണ് പ്രോഗ്രാം ഒക്കെ ഉണ്ടാവേണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ദീപ, രശ്മി, ലത, നിർമ്മല, ഗൗരി, കൃഷ്ണ, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ. If some parents complain, ഞാൻ ഇത് പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ ആണത്. The proper system of education is, education the present examination system. എക്സാമിനേഷൻ മാത്രമേ പറയുന്നുള്ളൂ, അതല്ല. The examination system with books, എക്സാമിനേഷനും അല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോപ്പർ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ എക്സാമിനേഷൻ എന്ന് പറയുന്ന രണ്ടും അപ്പൊ ശരിയല്ല. തേർഡ് എന്താണ്? സെമസ്റ്റർ സിസ്റ്റം വിത്ത് ക്രെഡിറ്റ്സ് എന്നാണ്. അതാണ് ഇപ്പൊ നിലനിൽക്കുന്നത് കറക്റ്റ് ആയിട്ട്, അല്ലേ? ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം എന്നാണ്. മറ്റേതെന്താണ്? ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ്. അതെല്ലാം എക്സാമിനേഷനെ ബേസ് ചെയ്താൽ ഇവർ 3 എണ്ണം പറഞ്ഞിരിക്കുന്നത്. എയും ബിയും ഡിയും. സി മാത്രമേ ഉള്ളൂ കോഴ്സിനെ കുറിച്ച് പറയുന്ന. കോഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയേണ്ടത്. സെമസ്റ്റർ സിസ്റ്റം വിത്ത് ക്രെഡിറ്റ്സ് എന്നാണ്. ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം. എന്താ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് can't see present. ഇപ്പൊ കാണുന്നില്ലേ? ഓ സോറി. ഓക്കെ ഓക്കെ, പറഞ്ഞത് കാര്യമായല്ലോ. പ്രസന്റേഷൻ മോഡ് പോയതാണ്. ഓക്കെ, ഞാനിപ്പോ റെഡിയാക്കി. ഓക്കെ, ഇപ്പൊ കാണാമല്ലോ. ഓക്കെ ഓക്കെ, ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം ആണ്. എന്താണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ ക്രെഡിറ്റ്? ഒന്ന് എഴുതിക്കേ. വാട്ട് ഡു യു മീൻ ബൈ ക്രെഡിറ്റ്? ഗ്രേഡിംഗ്. വെരി ഗുഡ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിംഗ് ആണല്ലേ? ഓക്കെ, അത് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന മാർക്കിന് പകരം കൊടുക്കുന്നതാണ് ഗ്രേഡ്. ഇന്റേണൽ മാർക്സ്, അതാണ് ഗ്രേഡ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, പക്ഷെ അതിനൊരു അർത്ഥമുണ്ട്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് 4 ക്രെഡിറ്റ് ആണ്. ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വെയിറ്റേജ് ഓഫ് എ സബ്ജക്ട്. ഓക്കെ, പോയിന്റിംഗ് ടു ബി ഗിവൺ ഫോർ, അല്ല, ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞുതരാം. സ്റ്റഡി അവർ എന്നാണ്. നമ്പർ ഓഫ് സ്റ്റഡി അവേഴ്സ്. ക്രെഡിറ്റ് മീൻസ് നമ്പർ ഓഫ് സ്റ്റഡി അവേഴ്സ്. മനസ്സിലായോ? ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റിയിൽ 25 hours ആണ് സ്റ്റഡി അവേഴ്സ്. 1 ക്രെഡിറ്റ് മീൻസ് 25 സ്റ്റഡി അവർ. ചിലതിൽ 30 ആണ്. ഇഗ്നോയിലൊക്കെ 30 സ്റ്റഡി അവർ ആണ്. 30 മണിക്കൂർ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ, അത് സ്കൂളിൽ കോളേജിൽ മാത്രമല്ല, നിങ്ങൾ സ്വയമായിട്ട് പഠിക്കണം. 30 മണിക്കൂർ പഠിക്കുമ്പോൾ 1 ക്രെഡിറ്റ് കിട്ടും. അത് ചുമ്മാ ഇനി തരത്തില്ല. 30 മണിക്കൂറിന്റെ പഠനം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് അസൈൻമെന്റ് ഉണ്ട്, പിന്നെ എക്സാമിനേഷനും ഉണ്ട്. ഇഗ്നോയിലാണെങ്കിൽ അസൈൻമെന്റ് ഉണ്ട്, അസൈൻമെന്റ് എഴുതണം. മനസ്സിലായില്ലേ?
അപ്പോൾ 4 ക്രെഡിറ്റിന്റെ ഒരു കോഴ്സ് ആണെങ്കിൽ നാം 12 120 മണിക്കൂർ പഠിക്കണം. സ്റ്റഡി അവർ ഉണ്ട്. അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള എക്സാം ഉണ്ട്, ഇന്റേണൽ ഇവാലുവേഷൻ നടത്തും. ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് തരും. ഫൈനലി തരുന്നതാണ് ക്രെഡിറ്റ്. പക്ഷേ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഗ്രേഡ്. പക്ഷേ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി അവർ എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. നമ്പർ ഓഫ് സ്റ്റഡി അവേഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അത് സിമ്പിളായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഓക്കെ, ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ടീച്ചർ ദാറ്റ് അഫക്ട്സ് ടീച്ചിങ് പെർറ്റെയിൻസ് ടു. ഒരു ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ്, ടീച്ചിങ്ങിനെ ബാധിക്കുന്ന തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അത് എവിടെ വരും? കൊഗ്നിറ്റീവ് ഡൊമൈൻ അല്ല. കൊഗ്നിറ്റീവ് ഡൊമൈനിൽ തോട്ട് എന്നാ പറയുന്നത്. തിങ്കിങ്ങും തോട്ടും ഒക്കെയാണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ. കൊണേറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ്, സെയിം ആണ്. എന്താണ്? സൈക്കോമോട്ടോർ അല്ല. ആറ്റിറ്റ്യൂഡ് ഒരിക്കലും സൈക്കോമോട്ടോറിൽ വരും. സ്കില്ലാണ് സൈക്കോമോട്ടോറിൽ വരുന്നത്. ഒന്നാമത്തത് അഫക്റ്റീവ്. എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. വെരി ഗുഡ് സുജ. എ അഫക്റ്റീവ് ഡൊമൈൻ ആണ്. ആറ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും അപ്രീസിയേഷൻ ഒക്കെ അഫക്റ്റീവ് ഡൊമൈനിലാണ് വരുന്നത് കേട്ടോ. അവിടെ നമ്മൾ ബ്ലൂമിന്റെ ടാക്സോണമിയിൽ റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂവിങ്, ക്യാരക്ടറൈസിങ് എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് ആറ്റിറ്റ്യൂഡ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ NCERTയുടെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, അപ്രീസിയേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. അപ്പൊ നമ്മൾ ആറ്റിറ്റ്യൂഡ് എപ്പോഴും അഫക്റ്റീവ് ഡൊമൈനിലാണ്. സൈക്കോമോട്ടോറിൽ സ്കില്ലാണെന്ന് ഓർത്തിരിക്കണം. വരയ്ക്കുക സ്കില്ല്, പിന്നെ അതുപോലുള്ള നൈപുണ്യങ്ങൾ, പ്രാക്ടിക്കൽ സ്കിൽസ്, അങ്ങനെയെല്ലാം തന്നെ സൈക്കോമോട്ടോറിൽ വരുന്നതാണ്. കൊഗ്നിറ്റീവിലും കൊനേറ്റീവിലും തിങ്കിങ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ ഇപ്പൊ അഫക്റ്റീവ് എ ആണ്. എ ടീച്ചർ ഇൻ ദ ക്ലാസ് ഷുഡ് കീപ് ദ പിച്ച് ഓഫ് ഹിസ് വോയിസ്. നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ഇത് കേട്ടോ. ഹൈ ഇനഫ്, ലോ, മോഡറേറ്റ്, സംടൈംസ് ലോ ആൻഡ് സംടൈംസ് ഹൈ. ചിലപ്പോൾ ഇത് തെറ്റിപ്പോകുന്നതാണ്. സംടൈംസ് ലോ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയും, ഡി ആന്ന് പറയും. സംടൈംസ് ലോ ആൻഡ് സംടൈംസ് ഹൈ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ല, കാരണം അത് വ്യക്തതയില്ല. വെരി ഗുഡ്. സി, രശ്മി ഒരു സി പറഞ്ഞിരിക്കുന്നു. സി എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആണ്. നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നതാണ് സി പലപ്പോഴും. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ അല്ല. എത്രയാണ് മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ? എന്റെ ശബ്ദം ഇപ്പൊ മോഡറേറ്റ് ആണോ, ഹൈ ആണോ, ലോ ആണോ? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് മോഡറേറ്റ് എന്ന് പറയാൻ പറ്റൂല. 100 കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ 100 കുട്ടികൾക്കും കേൾക്കണം. 100ാമത്തെ കുട്ടിക്ക് പോലും കറക്റ്റായിട്ട് കേൾക്കത്തക്ക തരത്തിൽ ഞാൻ സംസാരിക്കണമെങ്കിൽ ഒച്ച വെച്ച് പറഞ്ഞാലേ പറ്റുള്ളൂ. ഹൈ ആയിട്ട് പറയണം. അപ്പൊ ഹൈ ഇനഫ് ആണ് അവിടെ, ആവശ്യത്തിന് ഹൈ. 100ാമത്തെ കുട്ടിക്ക് പോലും കേൾക്കത്തക്ക രീതിയിൽ പറയുമ്പോഴാണ് അത് ഹൈ ഇനഫ് എന്നാവുന്നത്. അവിടെ മോഡറേറ്റ് പറഞ്ഞാൽ പറ്റില്ല. മോഡറേറ്റ് എന്നുള്ളത് വ്യക്തമല്ല, എന്നാൽ പോലും മോഡറേറ്റ് പറ്റില്ല 100 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ. ഓക്കെ, എപ്പോഴും ഓർത്തിരുന്നോണം, ഇത് തെറ്റാവുന്നതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ വന്നു, ചിലർക്ക് തെറ്റി. ഓഡിബിൾ ടു ദ ലാസ്റ്റ് സ്റ്റുഡന്റ് എന്നാണ്. ഗൗരി കൃഷ്ണ, ഞാൻ പറഞ്ഞ വാക്ക് അത്രയും ഓർത്തിരുന്നല്ലോ. വെരി ഗുഡ്, താങ്ക് യു. ഓഡിബിൾ ടു ദ ലാസ്റ്റ് സ്റ്റുഡന്റ് എന്നാണ്. ലാസ്റ്റ് ബെഞ്ച് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും, എങ്കിൽ പോലും ലാസ്റ്റ് സ്റ്റുഡന്റ് എന്നാണ് കേട്ടോ. ലാസ്റ്റിലിരിക്കുന്ന കുട്ടിക്ക് പോലും വ്യക്തമായിട്ട് കേൾക്കത്തക്ക ശബ്ദത്തിനെയാണ് ആവശ്യത്തിന് ശബ്ദം എന്ന് പറയുന്നത്. അത് ഹൈ ഇനഫ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. ടീം ടീച്ചിങ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഡെവലപ്പ് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് അല്ല. ടീം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അധ്യാപകർ, ടീച്ചേഴ്സ് ആസ് എ ടീം ടീച്ച് ദ ക്ലാസ്. ക്ലാസ്സിനെ ഒരു കൂട്ടം അധ്യാപകർ ഒരു ടീമായിട്ട് പഠിപ്പിക്കുന്നു. അതപ്പോ ഒന്നിച്ച് കയറിയെന്ന് ഒന്നിച്ച് സമൂഹഗാനം പാടുന്ന പോലെ പഠിപ്പിക്കുകയല്ല, മറിച്ച് ഒരു ടീച്ചർ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വേറൊരു ഭാഗം ഇന്ന സാർ അവതരിപ്പിക്കും ഇപ്പോൾ എന്ന് പറയും. അപ്പൊ സാറുമാരുടെ ആ ഒരു സ്പെഷ്യലൈസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. അങ്ങനെ രണ്ടാമത്തെ സാറ് തൻ്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറൊരു ആസ്പെക്ട് ഇന്ന സാർ ഇപ്പൊ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് മറ്റേ സാറിന് കൈമാറും. അങ്ങനെ 3-4 അധ്യാപകർ ഒന്നിച്ചുകൂടി വളരെ സൗഹാർദ്ദത്തോടുകൂടി സഹകരണ മനോഭാവത്തോടുകൂടി ഒന്നിച്ച് ടീച്ചിങ്ങിനെ സപ്ലിമെന്റ് ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. അത് കോഓപ്പറേഷൻ അവിടെ ഉണ്ട്, കോമ്പറ്റീഷൻ ഇല്ല, പക്ഷെ കോഓപ്പറേഷൻ ഉണ്ട്. പക്ഷെ സി എന്താണ് പറയുന്നത്?
ഹൈലൈറ്റിംഗ് ദ ഗ്യാപ്സ് ഇൻ ഈച്ച് അതേഴ്സ് ടീച്ചിങ് അല്ല. അതിനകത്ത് വരാമെന്നേ ഉള്ളൂ. കാരണം ഒരാൾ പറഞ്ഞതിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയല്ല മറ്റേ ആളിന്റെ ജോലി അല്ല. അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ വെച്ച് അവരത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ പറഞ്ഞതിന്റെ ഗ്യാപ്പ് കയറി ഫില്ല് ചെയ്യുന്ന ആളല്ല. പക്ഷെ ചില സമയത്ത് ചില ഗ്യാപ്സ് വന്നാൽ, സാർ ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ അതിനകത്ത് ഒരു പോയിന്റ് കൂടെ അതിനകത്ത് ഒന്ന് ആഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് അവർ ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ മെയിൻ ഉദ്ദേശം അതല്ല. സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദ ഹാബിറ്റ് ഓഫ് സപ്ലിമെന്റിങ് ദ ടീച്ചിങ് ഓഫ് ഈച്ച് അതർ എന്നാണ്. Which of the following methods of teaching encourages the use of maximum senses? Which of the following methods of teaching encourages the use of maximum senses ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സെൻസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? പ്രോബ്ലം സോൾവിങ്ങിൽ ഉണ്ടാവും, ലബോറട്ടറി മെത്തേഡിൽ ഉണ്ടാവും, സെൽഫ് സ്റ്റഡി മെത്തേഡിൽ, സെൽഫ് സ്റ്റഡി എന്നേ പറയുന്നുള്ളൂ. ടീം ടീച്ചിങ്ങിൽ നിങ്ങൾ ഓർക്കണം, അത് ടീം ടീച്ചിങ്ങിൽ ടീച്ചറാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സെൻസസ് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് ലബോറട്ടറിയാണ്, ലബോറട്ടറി മെത്തേഡാണ്. കാരണം അതിനകത്ത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ അതിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്. ഒരു എക്സ്പെരിമെന്റ് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്ത് എടുത്തെങ്കിൽ അവിടെ കണ്ണും കാതും നമ്മുടെ മനസ്സും ചിന്തകളും എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ലബോറട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ പറയാമല്ലോ, ഞാനിപ്പോഴേ ഒരിക്കലും മറക്കത്തില്ല, പ്രീ ഡിഗ്രിക്ക് കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ലാബില് ടൈട്രേഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഉണ്ട്. ഈ എന്താണ് ടെസ്റ്റ് ട്യൂബ് പോലിരിക്കുന്ന ഒരു സാധനം, വളരെ നീളമുള്ളതാണ്. അതിന്റെ മുകളിൽ നിറച്ച് നമ്മൾ എന്തോ സൊല്യൂഷനൊക്കെ നമ്മൾ അതിനകത്ത് നിറച്ചു വെക്കും. എന്നിട്ട് ഈ താഴെ വേറെ എന്തെങ്കിലും എന്തോ ഒരു നമുക്ക് സൊല്യൂഷൻ ഒഴിക്കും ഇതിനകത്ത്, ബീക്കറിനകത്ത്. എന്നിട്ട് അതിലേക്ക് വരികയാണ്. നമ്മളെ ടാപ്പ് ഇങ്ങനെ ചെറുതായിട്ട് തുറക്കണം. അതിന്റെ ആ ടാപ്പ് നോബ് ഇങ്ങനെ തുറന്ന് പിടിക്കണം. കുറേശ്ശെ വീഴും. ഓരോ തുള്ളിയായിട്ട് ആദ്യം മുതൽ ഇടണമെന്നാണ് കണക്ക്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചങ്ങ് ആദ്യം അങ്ങ് ഒത്തിരി അങ്ങ് ഇടും. എന്നിട്ട് ഇത് കുലുക്കി നോക്കുമ്പോൾ നിറം മാറത്തില്ല, വെള്ള പോലിരിക്കും. എന്നാൽ ആ വെള്ള പോലിരുന്നത് മാറി ഒരു തുള്ളി ഒഴിക്കുമ്പോൾ ഒരു ചെറിയ നിറവ്യത്യാസം വരുന്ന പോയിന്റ് ആണ് ശരിക്കും. അതിനകത്തൊരു പോയിന്റ് നമ്മൾ എഴുതി വെക്കണം. മനസ്സിലായി? നേരത്തെ ആ ലെവലാണ് എഴുതി വെക്കണം. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒറ്റ തിരിക്ക വീണ്ടും തിരിക്കും, വീണ്ടും ഒരു തിരിക്കോട് തിരിച്ചു നോക്കുന്നുണ്ടെ അത് വെള്ളം പോലെ ആയിപ്പോവും. അപ്പൊ ആദ്യം വെള്ളം പോലെ അല്ല കേട്ടോ, കളർ ഉള്ളതാണ്. അതാ ഞാൻ പറയും, ഒറ്റ ഡ്രോപ്പോട് കൂടി വെള്ളം പോലാകുന്ന ആ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഒത്തിരി അങ്ങോട്ട് ചരിച്ചു കഴിയുമ്പോഴത്തേക്കും മൊത്തം കുലുക്കി നോക്കും വെള്ളം പോലെ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടൂല, കറക്റ്റ് അല്ല. അപ്പൊ അതൊക്കെ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മളെപ്പോഴും സൂക്ഷ്മതയോടെ ഓരോ ഡ്രോപ്പ് വെച്ച് ഒഴിച്ചൊഴിച്ച് നോക്കിയിരിക്കണം. ലാബ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ കോൺസെൻട്രേഷനും നമ്മുടെ കണ്ണ്, കാത്, നമ്മുടെ ബ്രെയിൻ ഇതെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഇരിക്കേണ്ട, ഈ നാലിൽ ഏറ്റവും സെൻസ് നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡ് ലബോറട്ടറി മെത്തേഡ് തന്നെയാണ്. അത് പ്രത്യേകം ഓർത്തിരുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. എ യൂണിവേഴ്സിറ്റി ടീച്ചർ ഷുഡ് നോർമലി ബി പ്രീഒക്യുപ്പൈഡ് വിത്ത് സെൻസിറ്റീവ് റിസർച്ച് ഏരിയാസ്. എപ്പോഴും യൂണിവേഴ്സിറ്റി ടീച്ചർ സെൻസിറ്റീവ് റിസർച്ച് ഏരിയാസുമായിട്ട് എപ്പോഴും അങ്ങ് പ്രീഒക്യുപ്പൈ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ് ഒന്നും നടക്കണ്ട എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അങ്ങനെ ചില അധ്യാപകർ ചെയ്യുന്നുണ്ട്. എപ്പോഴും റിസർച്ച് ഏരിയാസുമായിട്ട് ഇങ്ങനെ പൊക്കോളുക, പേപ്പർ പ്രസന്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും ഒക്കെ അങ്ങ് നടന്നോളുക. അത് കാര്യമില്ല. സ്ട്രൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ ടീച്ചിങ്, റിസർച്ച് ആൻഡ് ഗൈഡൻസ്. എന്ത് തോന്നുന്നു കൃഷ്ണപ്രിയ, അതുൽ, രശ്മി ആൻഡ് ദീപ, കാവ്യ, ഗൗരി കൃഷ്ണ? അതല്ലേ വേണ്ടത്, അല്ലേ? കറക്റ്റ് ആണ്. പബ്ലിഷ് ആനുവലി അറ്റ്ലീസ്റ്റ് 2 സ്കോളർലി റിസർച്ച് ആർട്ടിക്കിൾസ്. അത് വേണ്ടിയതാണ്. 2 പേപ്പറെങ്കിലും നമ്മൾ എല്ലാ വർഷവും, 2 അല്ല അതിൽ കൂടുതൽ പബ്ലിഷ് ചെയ്യണം. ഇപ്പോഴും കോൺസെൻട്രേറ്റ് ഓൺ റൈറ്റിംഗ് ടെക്സ്റ്റ് ബുക്സ്. അതും വേണ്ടിയതാണ്. പക്ഷെ അതൊന്നും അല്ല നമ്മുടെ ഏരിയ. പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ രണ്ടാമത്തെ പ്രയോറിറ്റിയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഫോർ ടീച്ചിങ്, ദെൻ റിസർച്ച്, ദെൻ ഗൈഡൻസ്. അത് മനസ്സിലായില്ലേ? ഇതെല്ലാം വേണം. സ്ട്രൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ എന്നാണ്
അപ്രോപ്രിയേറ്റ് ആൻസർ. മനസ്സിലായല്ലോ ഇപ്പോഴ്? രേഷ്മ, ദേവിക, റോസ്മറിയ, ഡോക്ടർ ശാലിനി, ഗൗരി കൃഷ്ണ, സുജ, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി അല്ലേ? അപ്പൊ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ തമ്മിൽ തെറ്റിപ്പോകരുത് എന്നുള്ളത് ഓർത്തിരിക്കണം. If students do not understand what is taught in the classroom, the teacher should feel. കുറച്ച് കുട്ടികള് മനസ്സിലാക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? ടെറിബിളി ബോർഡ് ആണോ? ഒരിക്കലും ആകരുത് കേട്ടോ. ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. അതെ, അത് കറക്റ്റ് ആണല്ലേ? പിന്നെ മറ്റുള്ളത് നോക്കി, ദാറ്റ് ഹി ഈസ് വേസ്റ്റിംഗ് ടൈം. നമുക്ക് ഫീൽ ചെയ്യണോ എന്റെ സമയം നഷ്ടപ്പെടുത്തുവാണല്ലോ എന്ന് തോന്നണോ? ഒരിക്കലും ഇല്ല. പിറ്റി ഫോർ ദ സ്റ്റുഡൻസ് ഒരിക്കലും ആകരുത്. ടെറിബിളി ബോർഡും ആകരുത്. പിന്നെന്താണ് ചെയ്യേണ്ടത്? ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. ഓക്കെ മക്കളെ, നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ? മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് അതിനെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ടെക്നോ പെഡഗോജിക്കൽ കോണ്ടന്റ് നോളജ് പറഞ്ഞു തന്നു അല്ലേ? എന്നോട് മനസ്സിലായില്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞാണ് ഞാൻ നിങ്ങളെ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയി. എല്ലാവർക്കും ക്ലിയർ ആയോ എന്ന് എനിക്ക് അറിയില്ല എങ്കിൽ പോലും നിങ്ങൾ തുറന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ, അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഒരു പ്രയാസവും തോന്നരുത്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞല്ലോ, ഞാനിപ്പോ 3 പ്രാവശ്യം പറഞ്ഞു തന്നല്ലോ, എന്നിട്ടും എന്തേ മനസ്സിലാക്കാത്തത്, അപ്പൊ നീ ശ്രദ്ധയില്ലാതിരിക്കുകയാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ കളിയാക്കാൻ പാടില്ല. കാരണം കുട്ടികള് നമ്മുടെ ലെവലിലല്ല നമ്മുടെ കുട്ടികൾ ഇരിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം, നമ്മളിത് വി ഹാവ് പ്രിപ്പയർഡ് വെൽ ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. ഈ ടോപ്പിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോ ഈ എടുക്കുന്ന ടോപ്പിക്കൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പൊ എനിക്ക് ചിലതൊക്കെ മറന്നിരിക്കും, ചിലത് അങ്ങനെയൊക്കെ വരാം, ഇടയ്ക്കൊക്കെ മനുഷ്യന്റെ കാര്യമല്ലേ, കുറച്ചൊക്കെ മറന്നു പോകാം. പക്ഷെ എന്നിരുന്നാലും ഞാനിപ്പോ ഇത് അറിയുന്നത് പോലെ നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കാനേ പാടില്ല. അതാണ്. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്തതാ പറയേണ്ടത് കേട്ടോ. ലെക്ചർ മെത്തേഡ് ക്യാൻ ഡെവലപ്പ് റീസണിങ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ നമുക്ക് പിന്നെ പറയാം. ലെക്ചർ മെത്തേഡ് ക്യാൻ ഡെവലപ്പ് നോളജ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. നോളജ് വർദ്ധിപ്പിക്കാൻ ലെക്ചർ മെത്തേഡ് മതി എന്ന് പറയാറുണ്ട്. ലെക്ചർ മെത്തേഡ് ഈസ് എ വൺ വേ പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് കേട്ടോ. ലെക്ചർ അങ്ങോട്ട് കൊടുക്കുകയല്ലേ, പ്രസംഗിച്ച് അവതരിപ്പിക്കുകയാണ്, അതിന് തിരിച്ച് ഫീഡ്ബാക്ക് പറയാൻ പറ്റത്തില്ല. ഫീഡ്ബാക്ക് എടുക്കണം, പക്ഷേ പലപ്പോഴും ഫീഡ്ബാക്ക് ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല. ഡ്യൂറിങ് ലെക്ചർ സ്റ്റുഡൻസ് ആർ പാസീവ്, അതും കറക്റ്റ് ആണ്. അപ്പൊ എയും സിയും ഡിയും ബിയും സിയും ഡിയും കറക്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ കറക്റ്റ് അല്ലാത്തത് ഏതാണ്? ലെക്ചർ മെത്തേഡ് ക്യാൻ ഡെവലപ്പ് റീസണിങ് എന്ന് പറഞ്ഞാൽ അത്രയും ലെവലിലൊന്നും അത് ലെക്ചർ മെത്തേഡ് പോകുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പിടികിട്ടിയല്ലോ, എല്ലാവരും പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, ഡോക്ടർ രമ്യ, രേഷ്മ, കാവ്യ, അശ്വതി, സുജ, ദേവിക, ഓക്കെ, എല്ലാവരും മിടുക്കരാണ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുമായിരുന്നോ? കൊഴിഞ്ഞേനെ അല്ലേ? ഓക്കെ ഓക്കെ. മൂക്ക് സ്റ്റാൻഡ്സ് ഫോർ, ഇന്നലെ ഞാൻ പറഞ്ഞതാണ് മൂക്ക്. മാസ് ഓപ്പൺ ഓഫ്ലൈൻ കോഴ്സ്, മാസ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, മാസീവ് ഓപ്പറേഷണൽ ഓൺലൈൻ കരിക്കുലം, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഫോർ. ഓ, ആരാണ് മിടുമിടുക്കി? ദേവികയാണ് കേട്ടോ ആദ്യമായിട്ട് കയറി പോസ്റ്റ് ചെയ്തത്. വെരി ഗുഡ്. ആൻ, അഞ്ജലി, കാവ്യ, കൃഷ്ണപ്രിയ, ഗൗരി കൃഷ്ണ, ഇന്നലെ അതെല്ലാം ഞാൻ പറഞ്ഞു തന്നായിരുന്നു അല്ലേ? ഓക്കെ. ദീപ, രശ്മി, സുജ, ഓക്കെ. ലത, നിർമ്മല, രശ്മി എസ്, എല്ലാവരും പറഞ്ഞിരിക്കുന്നു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഓപ്പറേഷണൽ എന്നോ കറക്റ്റ് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ. കോഴ്സ് ഓഫ് സ്വയം ആർ പ്രൈമർലി ഇന്ററാക്റ്റീവ്, ഇനീഷ്യേറ്റീവ്, ഇൻട്രസ്റ്റിംഗ്, ഇന്നോവേറ്റീവ്. ഇതിലേതാണ് കറക്റ്റ്? ഇന്ററാക്റ്റീവ് ആണ്, തെറ്റരുത്. 4 വാക്ക് ഒരുപോലെ ഇരിക്കും. ഡി അല്ല, അതിൽ ഡി അല്ല. ഇന്നോവേറ്റീവ് ആണ്, പക്ഷെ ഇന്ററാക്റ്റീവ് ആണ്. പ്രൈമർലി എന്ന് പറയുമ്പോൾ ഇന്ററാക്റ്റീവ് ആണ്. ബാക്കി ഇനിഷ്യേറ്റീവ് ആയിരിക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം, ഇന്നോവേറ്റീവ് ആയിരിക്കാം. പക്ഷെ പ്രൈമർലി എന്നൊരു വാക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അത് ഇന്ററാക്റ്റീവ് ആണെന്നുള്ളതാണ്. ഇന്നോവേറ്റീവ് ആണെന്നുള്ളത് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല.
ഇൻട്രസ്റ്റിംഗ് ആണ്, ഇനീഷ്യേറ്റീവ് ആണ്, ഇന്നോവേറ്റീവുമാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്ററാക്റ്റീവ് ആണെന്നുള്ളതാണ്. ഒരു ഇന്ററാക്റ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ദർ ഈസ് ആംബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ സ്റ്റുഡൻസ് ടു ഇന്ററാക്ട് എന്നാണ്. കാരണം സ്വയം കോഴ്സിനകത്ത് നിങ്ങൾക്ക് അതിൽ കയറി നിങ്ങളുടെ ഒപ്പീനിയൻസ് എഴുതാനും നിങ്ങൾക്ക് ആൻസർ എഴുതാനും എല്ലാം ഉള്ള പ്രൊവിഷൻ അതിനകത്തുണ്ട്. കോഴ്സ് പഠിക്കാൻ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതിനകത്ത് തിരിച്ച് പ്രതികരിക്കാൻ പറ്റും, ഡൗട്ട്സ് പോസ്റ്റ് ചെയ്യാം, ഇവാലുവേഷൻ കൊടുത്തിട്ടുള്ളതിന് ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെയുള്ള അസൈൻമെന്റ് പോലെ ചെറിയ ചെറിയ അസൈൻമെന്റ് പോലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് പോലെ എഴുതി തരും. അത് നമ്മൾ പാരഗ്രാഫായിട്ട് എഴുതി അതിനകത്ത് പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഇന്ററാക്റ്റീവ് ആണ് ആ പ്രോഗ്രാം. അതാണ് പ്രൈം അത് പ്രത്യേകത, ഇന്ററാക്റ്റീവ് ആണെന്നുള്ളത് അത് മനസ്സിലാക്കിയോളൂ കേട്ടോ. 1 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സ്വയം പ്രോഗ്രാം, സ്വയം ഈസ് എ പ്രോഗ്രാം എയിംഡ് അറ്റ് ഫോളോയിങ് principles, at the following principles of education policy: access, achieve, excel. നമ്മൾ ഇന്നലെ എക്സൽ എന്ന് പറഞ്ഞില്ല അല്ലെ? അച്ചീവ് എന്ന് പറഞ്ഞോ? ഇല്ല. അച്ചീവ്, ഇന്ററാക്ട്, ലേൺ ഇതും പറഞ്ഞില്ല. അച്ചീവ് എന്നുള്ള വാക്ക് 1-ലും 2-ലും 4-ലും വരുന്നുണ്ട്. അപ്പൊ പിന്നെ അതല്ല എന്നങ്ങ് വിചാരിച്ചോണം. അച്ചീവ്മെന്റ് ഒന്നും ഇതിനകത്തില്ല. ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, ഇതാണ് AEQ എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. AEQ, ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി. ഇക്വിറ്റിക്കകത്തൊരു ക്യൂ ഉണ്ട്. ആ ക്യൂയെ തുടങ്ങണം, QUA തുടങ്ങും. അടുത്തത് മൂന്നാമത്തേത്. ഒന്നാമത്തെ ലെറ്ററെ തുടങ്ങണം. ആക്സസ് എന്നാണത്. അച്ചീവ് ഒക്കെ ഉണ്ടെങ്കിൽ അച്ചീവ് എഴുതിയ ഒരു ഐറ്റം അല്ല. ആക്സസ് എന്ന് പറഞ്ഞാൽ ആക്സസ് ടു ദ സ്റ്റുഡൻസ്. ആക്സസ്, സ്റ്റുഡൻസ് ഹാവ് ആക്സസ് ടു ദ പ്രോഗ്രാം എന്ന് പറയും. പ്രോഗ്രാം കുട്ടികളുടെ കയ്യിൽ ആക്സസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് നേടിപ്പിടിക്കാവുന്നതാണ്, എനിക്ക് ആ കോഴ്സിൽ ചേരാവുന്നതാണ്, ഈസി ആയിട്ട് എനിക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതാണ് ആക്സസ് എന്ന് പറഞ്ഞത് കേട്ടോ. ദെൻ ഇക്വിറ്റി, എല്ലാവർക്കും തുല്യത കൊടുക്കുന്നത്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി. ഓക്കെ, ഓർത്തിരുന്നോണ്ടാ മതി. ഇങ്ങനെ ചോദിക്കാം എക്സാമിന് കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നൊന്ന് നിർത്താം അല്ലേ? ഇനി നമുക്ക് നാളെ 2 ദിവസത്തേത് പെൻഡിങ് ഉണ്ട്. നമുക്ക് മറ്റേത് കുറച്ച് പെൻഡിങ് കൂടുതലായിരുന്നത് കൊണ്ടാണ് ഞാൻ അത്രയും ഇന്ന് കണ്ടിന്യൂ ചെയ്തത്. ഇന്ന് 2-3 പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരികയായോണ്ട് കുറച്ച് ക്ഷീണവുമായിരുന്നു. നേരെ ഇനി കയറുകയായിരുന്നു ക്ലാസ്സിലേക്ക്. ഓക്കെ, നാളെ നമുക്ക് 11 o'clock നമുക്ക് കയറിയിട്ട് ഞാൻ ബാക്കി ഇവാലുവേഷന്റെ ഒരു ടോപ്പിക്കാണ്. എന്താണ് ലതാ നിർമ്മല സാറിന്റെ ക്ലാസ്? ഞാനത് വായിച്ചോട്ടെ, മിടുക്കി കേട്ടോ. സാറിന്റെ ക്ലാസ് ആണെങ്കിൽ പ്രോബ്ലംസ് വന്നാലും കയറാൻ ശ്രമിക്കാറുണ്ട്. ഇലക്ഷൻ ടൈം മാത്രം ആണ് ബ്രേക്ക് ആയത്. വെരി ഗുഡ്, വെരി ഗുഡ്. ആദ്യമൊക്കെ ഞാൻ ആൻസർ പറയുന്നത് മിക്കവാറും തെറ്റിപ്പോകാറുണ്ട്. അതുകൊണ്ട് ആൻസർ പറയാൻ ടെൻഷൻ ഉണ്ടാകുമായിരുന്നു. ഓക്കെ, ഇത്രയും ടൈപ്പ് ചെയ്തല്ലോ. ഞാനാന്ന് ഇത് 10 മിനിറ്റ് എടുത്തേനെ ഇത്രയും ടൈപ്പ്. അതാ എന്നെ അധികം സർ നെയിം വിളിക്കേണ്ടി വരാതിരുന്നത്. ഇത്രയും പറഞ്ഞത് തന്നെ ലതയുടെ മോളുടെ ഒരു വലിയ നല്ല മനസ്സാണ്. ഐ ഡു സിൻസിയർലി അപ്രീഷിയേറ്റ് യുവർ മൈൻഡ് സെറ്റ്. ഇത്രയും പറയാൻ മനസ്സ് വന്നത് തന്നെ ഒരു അപ്രീഷ്യബിൾ ആണ് എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കട്ടെ. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ എൻകറേജിങ് മീ സർ. താങ്ക് യു വെരി മച്ച്. എനിക്ക് നിങ്ങൾ കയറിയ മുഴുവൻ പേരും നിങ്ങൾ ഇതുപോലെ പടപടാവുന്ന ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് എനിക്ക് നിങ്ങളുടെയൊക്കെ പേര്